നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 120 എന്ന് പറയുന്നത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന പ്രഷറാണ്. 80 എന്ന് പറയുന്നത് അത് റിലാക്സ് ചെയ്യുമ്പോഴുള്ളതാണ്. 120/80 ഇങ്ങനെ പോകും. എന്നാൽ 120 mmHg പ്രഷറിൽ തന്നെയായിരിക്കും രക്തം അവയവങ്ങളിലും എത്തുന്നത്. നമുക്ക് നോക്കാം. തലച്ചോറിലേക്ക് വെറും 10 mm മെർക്കുറി ധാരാളം മതിയാവും. കണ്ണുകളിലേക്ക് 12 മുതൽ 18 വരെ, ലങ്സും ലിവറും വെറും 7 മുതൽ 10 വരെ, അബ്ഡോമിനൽ അവയവങ്ങൾക്കെല്ലാം തന്നെ ഏകദേശം 10 മുതൽ 15 വരെ, കൈകാലുകൾ റെസ്റ്റിങ്ങിലാണെങ്കിൽ 15 മുതൽ 20 വരെ, കാലുകൾ അമിതനേരം നിന്ന് കഴിഞ്ഞാൽ 60 മുതൽ 90 വരെ, ഹാർട്ടിൻ്റെ മാംസപേശികൾക്കാണെങ്കിൽ 20 മുതൽ 25 വരെ, ഫൈനലി വൃക്കകൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണം, 55 mmHg പ്രഷർ വേണം. എങ്കിൽ മാത്രമേ അവിടെ ഫിൽട്രേഷൻ നടക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഓട്ടോ റെഗുലേഷൻ ചെയ്യുന്നതും രക്തക്കുഴലുകൾ തന്നെയാണ്. ചില അവയവങ്ങൾക്ക് നല്ല രീതിയിൽ ഓട്ടോ റെഗുലേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഉദാഹരണം തലച്ചോറ്, കണ്ണ്, ഹൃദയം, വൃക്കകൾ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, തലച്ചോറ്, കണ്ണ്, ഹൃദയം, വൃക്കകൾ ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഓട്ടോ റെഗുലേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രഷർ കാരണത്താൽ ഹൃദ്രോഗം വന്നു, വൃക്കകളെ ബാധിച്ചു, സ്ട്രോക്ക് വന്നു എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അതിന് കാരണം ഈ ഓട്ടോ റെഗുലേഷൻ അല്ലെങ്കിൽ ഈ അമിതമായ ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുകയല്ല വേറെ മാർഗം ഉണ്ടാവില്ല.